നമുക്കിനി ക്ലാസിഫിക്കേഷൻ ഓഫ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി കാണാം. ഇപ്പം ഞാൻ പറഞ്ഞു മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി മിക്കവതും അബ്സോർഷനോ എമിഷൻ സ്പെക്ട്രവും ആയിരിക്കും. ഈ അബ്സോർഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഏത് ഫീൽഡിലാണ്, ഏത് റേഞ്ചിലാണ് എന്നനുസരിച്ച് നമുക്ക് ഈ സ്പെക്ട്രോസ്കോപ്പിയെ പലതായിട്ട് തിരിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതായത് ഒരു എ മോളിക്യൂൾ ഇൻ സ്പേസ് ക്യാൻ ഹാവ് മെയിൻലി 4 type of energy. ഏതൊക്കെയാ? 1, the rotational energy. Rotational energy എങ്ങനെയാ? By virtue of bodily rotation about its center of gravity. ഇപ്പോൾ ഒരു മോളിക്യൂൾ എടുത്താൽ അതിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണും. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അബൌട്ടായിട്ടുള്ള റൊട്ടേഷൻ കാരണം അതിന് മോളിക്യൂളിനൊരു റൊട്ടേഷണൽ എനർജി ഉണ്ടാവും. അതുപോലെ ആ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനൊരു എനർജി ഉണ്ട്. നമുക്കതിനെ വൈബ്രേഷണൽ എനർജി എന്ന് വിളിക്കാം. മൂന്നാമത്തെ എനർജിയാണ് ഇലക്ട്രോണിക് എനർജി. ഇലക്ട്രോണിക് എനർജി എന്ത് കാരണമാണ്? വാലൻസ് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കാണണം. എക്സൈറ്റഡ് സ്റ്റേറ്റ്, വാലൻസ് ഷെല്ലിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ട്രാൻസിഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് ഇലക്ട്രോണിക് എനർജി എന്ന് വിളിക്കുന്നത്. നാലാമത്തെ എനർജി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ എനർജി എന്ന് പറയും. മോളിക്യൂൾ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള എനർജിയാണ് ട്രാൻസ്ലേഷണൽ എനർജി എന്ന് പറയുന്നത്. ഈ 4 എനർജിയിലും ഈ ആദ്യത്തെ 3 എനർജിയുടെ നമ്പർ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ എനർജി ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ക്വാണ്ടൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് കുറച്ച് ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ബോറിൻ്റെ ആറ്റം മോഡലിനകത്ത് പഠിച്ചു, എനർജി ഹാവ് ഓൺലി ഡിസ്ക്രീറ്റ് വാല്യൂസ്, അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്നൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ ആണ് ഈ റൊട്ടേഷണൽ എനർജിയുടെ കാര്യവും വൈബ്രേഷണൽ എനർജിയുടെ കാര്യം, ഇലക്ട്രോണിക് എനർജിയുടെ കാര്യം. അപ്പോൾ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് മൾട്ടിപ്പിൾ വാല്യൂ ആണെന്ന് പറഞ്ഞല്ലോ, അല്ലേ? ആ മൾട്ടിപ്ലിസിറ്റി കാണിക്കുന്ന നമ്പറിനെ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിക്കും. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന് ഓരോന്നിനും റൊട്ടേഷണൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറുണ്ട്, വൈബ്രേഷണൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറുണ്ട്, ഇലക്ട്രോണിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോണിക് ക്വാണ്ടം നമ്പറുണ്ട്, അല്ലേ? അപ്പം ജനറലായിട്ട് നമുക്ക് എന്നാ പറയാം, E1 E2 എന്ന് പറയുന്ന 2 എനർജി ലെവൽ എടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ബൈ എച്ച് ഹെക്സ് എന്ന് പറയും, അല്ലേ? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നറിയാമല്ലോ. അപ്പം ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് ഹെക്സ് എന്ന് പറയും. അപ്പം ആ ന്യൂവിൻ്റെ വാല്യൂവിനനുസരിച്ചായിരിക്കും ഏതൊക്കെ എനർജി ഏത് ആണ് ആ സ്പെക്ട്രോസ്കോപ്പി, ഏത് സ്പെക്ട്രമാണ് അതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നോക്കിക്കേ, ഞാൻ പറഞ്ഞു പല ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ പല റീജിയനിലായിട്ടാണ് ഓരോ മോളിക്കുലർ എനർജിയും വരുന്നത്. അതായത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് 0.001 തൊട്ട് 10 ജൂൾ പെർ മോൾ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ റിവേഴ്സൽ ഓഫ് സ്പിൻ ഓഫ് ന്യൂക്ലിയസ് ഓർ ഇലക്ട്രോൺ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ റിവേഴ്സൽ ഓഫ് സ്പിൻ ഓഫ് ഐദർ ന്യൂക്ലിയസ് ഓർ ഇലക്ട്രോൺ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇൻറ്റേർണൽ എനർജിയെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. ആ ഇൻറ്റേർണൽ എനർജി ലെവൽസിൽ ഉണ്ടാകുന്ന ട്രാൻസിഷൻ കൊണ്ടുണ്ടാകുന്ന സ്പെക്ട്രം വീഴുന്നത് എവിടെയാണെന്ന് അറിയാമോ? ദാറ്റ് വിൽ ഫോൾ അണ്ടർ
റേഡിയോ ഫ്രീക്വൻസി റീജിയൻ. റേഡിയോ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയുന്നത് ഏതാ? 3 × 10⁻⁶ തൊട്ട് 10⁻10 ഹെക്സ് വരെ, 3 × 10⁻10 ഹെക്സ് വരെ വരുന്ന റീജിയനെയാണ് എന്നാ പറയണത്? നമ്മൾ റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം if the energy change is very small, that is of the order of 0.001 to 10 joule per mole, this energy change will result in the reversal of spin of nucleus or electron. That spectrum falls in the radio frequency range, and that spectroscopy is called NMR spectroscopy or ESR spectroscopy. ന്യൂക്ലിയസിൻ്റെ സ്പിന്ന് റിവേഴ്സ് ചെയ്യുന്നതിന് NMR ഇഫക്റ്റ് എന്ന് പറയും. അതായത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് എന്നും, ഇലക്ട്രോണിൻ്റെ സ്പിൻ മാറുന്നതിന് നമ്മൾ ഈ ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് എന്നും പറയും. അപ്പോൾ അതിൻ്റെ സ്പെക്ട്രോസ്കോപ്പിയെ നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി ഓർ ESR സ്പെക്ട്രോസ്കോപ്പി എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ആ എനർജി ഇച്ചിരൂടെ കൂടുതലാണെന്ന് വിചാരിക്കുക. അതായത് ഇഫ് ഇറ്റ് ഈസ് ഫ്രം 10 joules to 100 joule per mole, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 joule per മോളിൻ്റെ ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾ. therefore there will be transition between rotational energy level. മനസ്സിലായോ? അപ്പോൾ റൊട്ടേഷണൽ എനർജി ലെവലിൻ്റെ ഡിഫറൻസ് ആണ് എന്താ? ഇസ് ഓഫ് ദ ഓർഡർ ഓഫ് 100 joule per mole ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ട്രാൻസിഷൻ ഉണ്ടാവുന്ന ഫ്രീക്വൻസി എവിടെയാണ് വീഴുന്നത്? അത് വീഴുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ മൈക്രോവേവ് റീജിയനിലാണ്. അപ്പോൾ ആ സ്പെക്ട്രത്തിനെ ആ സ്പെക്ട്രോസ്കോപ്പിയെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ സ്പെക്ട്രം, അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓർ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ് വിളിക്കുന്നത്. ഈ അടുത്ത റേഞ്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ 100 ആണ് മുമ്പ് പറഞ്ഞതെങ്കിൽ 10⁻⁴ ജൂൾ പെർ മോൾ വരെയുള്ള എനർജി ചേഞ്ചാണ് ഉണ്ടാവുന്നെങ്കിൽ ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ വൈബ്രേഷണൽ എനർജി ലെവൽസിൽ ഉണ്ടാകുന്ന ട്രാൻസിഷൻ കൊണ്ടാണ് അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാകുന്നത്. ആ റേഞ്ചിൽ വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 × 10⁻12 തൊട്ട് 3 × 10⁻14 ഹെക്സ് വരെയുള്ള റീജിയനിലായിരിക്കും അതിൻ്റെ സ്പെക്ട്രം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ സ്പെക്ട്രോസ്കോപ്പിയെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു എനർജിയുടെ വാല്യൂ കിലോ ജൂൾസ്, 100 kilojoules per mole ഓർഡറിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി സെപ്പറേഷൻ, അതുണ്ടാക്കുന്ന എനർജി സെപ്പറേഷൻ 100 kilojoules per mole ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ മോഷൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ വാലൻസ് ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അത് കാരണം ഉണ്ടാകുന്ന റേഡിയേഷൻസ് ഫോൾ ചെയ്യുന്നത് വിസിബിൾ ആൻഡ് അൾട്രാ വയലറ്റ് റീജിയനിലായിരിക്കും. വിസിബിൾ ആൻഡ് അൾട്രാ വയലറ്റ് റീജിയൻ എന്ന് പറയുന്നത് 3 × 10⁻14 തൊട്ട് 3 × 10⁻16 ഹെക്സ് വരെയുള്ള റീജിയനെയാണ് നമ്മൾ വിസിബിൾ ആൻഡ് അൾട്രാ വയലറ്റ് റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സ്പെക്ട്രോസ്കോപ്പിയെ നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കാം. അടുത്ത എനർജി ചേഞ്ച് 10,000 kilojoules per mole ആണെന്നുണ്ടെങ്കിൽ ആ ഓർഡറിലാണ് എനർജി ചേഞ്ച് ഉണ്ടാകുന്നെങ്കിൽ അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ട്രാൻസിഷൻ ഓഫ് ഇന്നർ ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്നർ ഇലക്ട്രോൺസിലെ ട്രാൻസിഷൻസ് നടക്കും. വളരെ ഹൈ ആണ് എനർജി അല്ലേ, 10,000 kilojoules ഓർഡറിൽ നടക്കുന്ന 10,000 kilojoules per മോളിൻ്റെ ഓർഡറിലാണ് എനർജി ചേഞ്ച് നടക്കുന്നത്. അത് ഉണ്ടാക്കുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും പരിചിതമായ എക്സ്റേ ആണ് ഉണ്ടാക്കുന്നത്. ആ എക്സ്റേ റീജിയനിൽ അത് വീഴുന്നതുകൊണ്ട് നമുക്ക് അതിനെ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി എന്ന്
വിളിക്കാം. XPS എന്നൊക്കെ പറയും നമ്മൾ. എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആയിട്ടാണ് നമുക്ക് അതിനെ വിളിക്കാം. ഇനി അടുത്ത എനർജി ചേഞ്ച്, അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 10,000 kJ/mol ആണ്. ഇനി അടുത്ത ചേഞ്ച് 10⁹ to 10⁻11 J/gram ആറ്റം. ഇത്ര നേരം നമ്മൾ മോള് പറയുന്നെങ്കിൽ ഇനി നമ്മൾ പറയേണ്ടത് ഗ്രാം ആറ്റം കാരണമാണ്. മോളിക്കുലർ സ്റ്റേറ്റിൽ പിന്നെ ഇത്രയും എനർജിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 10⁹ to 10⁻11 J/gram ആറ്റമാണ് എനർജി ചേഞ്ച് എങ്കിൽ അത് ഉണ്ടാക്കുന്ന റേഡിയേഷൻ വീഴുന്നത് ഗാമ റീജിയനിലായിരിക്കും. അത് ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇന്നർ ന്യൂക്ലിയസിനകത്തെ ന്യൂക്ലിയർ പാർട്ടിക്കിൾ പ്രോട്ടോണും ന്യൂട്രോണിനെ ഓരോ ഷെല്ലിലാണ്, ഇലക്ട്രോൺ ഇരിക്കുന്ന പോലെ തന്നെ അത് ഓരോ ഷെല്ലുകളിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ട്രാൻസിഷൻ കാരണം, അതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് കാരണം ന്യൂക്ലിയോൺസിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഹൈ ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷനെയാണ് നമ്മൾ ഗാമ റേ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പല കാര്യങ്ങൾക്കും പല സ്റ്റഡീസിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ സ്പെക്ട്രോസ്കോപ്പിയെ കോമൺ ആയിട്ട് മോസർ ബെയർ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കും. ഗാമ റേ സ്പെക്ട്രോമീറ്റർ, മോസർ ബെയർ സ്പെക്ട്രോമീറ്റർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ റേഡിയോ ആക്ടിവിറ്റി വല്ല മെറ്റീരിയലിനകത്തുണ്ടോ എന്നൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഈ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. അപ്പം ഏത് റേഞ്ചിലാണ് നമ്മുടെ എനർജി ചേഞ്ച് വരുന്നത് അനുസരിച്ച് മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി മാറും. ഇൻറ്റേർണൽ എനർജി റൊട്ടേഷൻ കൊണ്ട് മാറുവാണ്. ഇതിന് റൊട്ടേഷണൽ എനർജിയിലാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ഉണ്ടാകുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഉള്ള റേഡിയേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഏത് റീജിയനിലാണ് ആ റേഡിയേഷൻ വന്ന് വീഴുന്നതനുസരിച്ച് നമ്മൾ ഈ സ്പെക്ട്രോസ്കോപ്പിയെ പലതായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ ഓരോ സ്പെക്ട്രോസ്കോപ്പിക്കും ഓരോ സ്റ്റഡീസിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി മാത്രം ഉപയോഗിക്കേണ്ടതായ ചില കേസസ് വരാറുണ്ട്. അതുപോലെ ഇൻഫ്രാറെഡ് മാത്രമേ നമുക്ക് പോസിബിളായിട്ടുള്ള ചില സ്റ്റഡീസും വരാറുണ്ട്. അതിന് നമ്മുടെ സ്റ്റഡിയെ ഡിപ്പെൻഡ് ചെയ്ത് ഏത് സ്പെക്ട്രമാണ് നമുക്ക് യൂസ്ഫുൾ എന്നനുസരിച്ച് ഈ സ്പെക്ട്രങ്ങൾ നമ്മൾ ഓരോ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ എല്ലാ കേസിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ സ്പെക്ട്രം കിട്ടുന്നത്? ഈ സ്പെക്ട്രത്തിലെ എനർജി ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ എന്താണ് അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണം, അല്ലേ? വെൻ ദ മാറ്റർ ഷുഡ് ഇൻട്രാക്ട് വിത്ത് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ദെൻ ഓൺലി വി ക്യാൻ എക്സ്പെക്റ്റ് എ സ്പെക്ട്രം. അപ്പം അത് ഇൻട്രാക്ട് ചെയ്യുമോ ഇല്ലയോ, സാധ്യതയുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഒരു എനർജി ലെവലിൽ നിന്ന് വേറൊരു എനർജി ലെവലിലോട്ട് ഒരു ട്രാൻസിഷൻ നടക്കുമോ എന്നൊക്കെ അറിയുന്ന ഒരു ടേമാണ്, ഒരു ക്വാണ്ടിറ്റിയാണ്, അത് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ട്രാൻസിഷൻ പ്രോബബിലിറ്റി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാമോ? ഫ്രം ദ നോളജ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫങ്ഷൻ ഓഫ് ദ ടു എനർജി ലെവൽസ്. അപ്പോൾ E1 E2 എന്ന് പറയുന്ന രണ്ട് എനർജി ലെവലാണ്. അതിന് അസോസിയേറ്റ് ചെയ്ത എനർജി ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫങ്ഷനുണ്ട്. ആ ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫങ്ഷനുമായിട്ട് അനുബന്ധിച്ച ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ അറിവാണ് നമുക്ക് ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെഷർ ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി 0 ആണെങ്കിൽ ആ ട്രാൻസിഷൻ നടക്കത്തില്ല. ട്രാൻസിഷൻ പ്രോബബിലിറ്റി നോൺ സീറോ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക്, അത് ട്രാൻസിഷൻ നടക്കാനുള്ള പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നത്. അപ്പം നോൺ സീറോ ആവാൻ, ഇപ്പം റൊട്ടേഷണൽ സ്പെക്ട്രം ആണെങ്കിൽ അത് നോൺ സീറോ ആകാൻ ജെയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കണം, ജെയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ക്വാണ്ടം അതിൻ്റെ റിസ്ട്രിക്ഷൻ, ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ചേഞ്ചിൻ്റെ റിസ്ട്രിക്ഷൻ കാണിക്കുന്ന റൂൾസിനെയാണ് സെലക്ഷൻ റൂൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സെലക്ഷൻ റൂളിൽ നമുക്ക് ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റിന്ന് ഓരോ ട്രാൻസിഷനും ഓരോ ഇലക്ട്രോണിക് ട്രാൻസിഷനും ഉള്ള
സെലക്ഷൻ റൂൾ നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റൊട്ടേഷണൽ എനർജി ആണ് നടക്കുന്നെങ്കിൽ മെയിനായിട്ട് ഒരു റേഡിയേഷൻ ഒരു മാറ്ററുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ആ മാറ്ററുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഡൈപോൾ മൊമെൻറ്റിൻ്റെ ചേഞ്ച് ഇൻ ഡൈപോൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി നോൺ സീറോ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ. അപ്പം ഡൈപോൾ മൊമെൻറ്റ് ഈസ് മെഷേർഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്. അപ്പം ചാർജ് ഒന്നീ മാറണം, അല്ലെന്നുണ്ടെങ്കിൽ എന്നാ മാറണം? ആ ഡിസ്റ്റൻസ് മാറണം. ഈ രണ്ടെണ്ണം സംഭവിച്ചാൽ മാത്രമേ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യത്തുള്ളൂ. ചേഞ്ചിങ് ഡൈപോൾ മൊമെൻറ്റ് പ്രൊഡ്യൂസ് റേഡിയേഷൻ അല്ലേ. ഇല്ലേ നമ്മൾ റേഡിയേഷൻ്റെ തിയറി പഠിച്ചേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്പെക്ട്രം ഒബ്സർവബിൾ ആവത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഉടനെ അതിൻ്റെ ചാർജ് മാറത്തില്ല, അതിൻ്റെ ഡിസ്റ്റൻസ് മാറത്തില്ല അല്ലേ. അപ്പോൾ അവിടെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ മാത്രമേ അവിടെ മാറുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആ മോളിക്യൂളിന് ഇൻബോണായിട്ട് ആ മോളിക്യൂളിന് ഇൻട്രിൻസിക്കായിട്ടൊരു ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനൊരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതിനാ? ഒരു റൊട്ടേറ്റിംഗ് മോളിക്യൂളിന് അല്ലേ. അപ്പം ഒരു റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടാൻ വേണ്ടുന്ന കണ്ടീഷൻ എന്താണ്? ദ മോളിക്യൂൾ ഷുഡ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള ഒരു മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യുമ്പം ആ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറത്തില്ല, അതിൻ്റെ ഡയറക്ഷൻ മാറും. So there is a change in dipole moment associated with the rotation of molecule. Therefore, the electromagnetic wave can interact with the rotating molecule, which results in a transition between energy levels and produce rotational spectrum. അപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്രം ഉണ്ടാവാനുള്ള കണ്ടീഷൻ നമ്മൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്നാണ് കിട്ടിയത്. There should be a change in dipole moment associated during the rotation of a molecule. That is possible if and only if there is a permanent dipole moment for a molecule. ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു പോളാർ മോളിക്യൂൾ ആയിരിക്കണം. HCl എന്ന് പറയുന്നത് H എന്ന് പറഞ്ഞാൽ പാർഷ്യലി പോസിറ്റീവും Cl എന്ന് പറയുന്നത് പാർഷ്യലി നെഗറ്റീവാണ്. അതായത് ഒരു പോളാർ മോളിക്യൂളാണ്. അപ്പോൾ ഒരു പോളാർ മോളിക്യൂൾ മാത്രമേ മൈക്രോവേവ് സ്പെക്ട്രം കാണിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ കിട്ടുന്നത് റൊട്ടേഷൻ സ്പെക്ട്രത്തിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +or-1 ആണ്. എന്ന് പറഞ്ഞാൽ 0 ഡൗൺ സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ നടക്കാം, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ നടക്കാം, സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് ട്രാൻസിഷൻ നടക്കാം. അഡ്ജസൻ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് ആ ഒരു സെലക്ഷൻ റൂൾ നമ്മളോട് പറയുന്നത്. ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +or-1. അതാണ് അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത്. എന്താണ് അലൗഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്? ഒരു ഫൈനൈറ്റ് ഇൻറ്റൻസിറ്റി ഉള്ള ട്രാൻസിഷനെയാണ് അലൗഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് അതിനുള്ള കണ്ടീഷൻ, റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +or-1 ആണ്. അതിന് നമുക്ക് അലൗഡ് ട്രാൻസിഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസിഷൻ രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഡെൽറ്റ ജെ ഇസ് അതർ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +or-2 +or-3 ഇങ്ങനെയുള്ള ട്രാൻസിഷൻസ് എല്ലാം തന്നെ ഇറ്റ് ഈസ് ഹാവിങ് ഐദർ വെരി ലോ ഇൻറ്റൻസിറ്റി ഓർ ദർ ഇസ് നോ പോസിബിലിറ്റി ഫോർ പ്രൊഡ്യൂസിങ് സച്ച് ട്രാൻസിഷൻ. അങ്ങനെയുള്ള ട്രാൻസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്നാ? ഫോർബിഡൻ ട്രാൻസിഷൻ ഓർ ഇൻആക്റ്റീവ് ട്രാൻസിഷൻ. ഫോർബിഡൻ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഇൻആക്റ്റീവ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷൻ സ്പെക്ട്രത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റൊട്ടേഷൻ സ്പെക്ട്രം ആണെങ്കിൽ ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +or-1 എന്ന് പറയുന്നതാണ് സെലക്ഷൻ റൂൾ ഫോർ അലൗഡ് ട്രാൻസിഷൻ.
ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +or-2 +or-3 +or-4 എക്സെട്ര എന്ന് പറയുന്നതാണ് ഫോർബിഡൻ ട്രാൻസിഷൻ. അത് നമ്മൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്നാണ് കണ്ടുപിടിക്കുന്നത്. അലൗഡ് ട്രാൻസിഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഫൈനൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ടാകുന്ന ട്രാൻസിഷനെയാണ് അലൗഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി ഇല്ലാത്ത ട്രാൻസിഷനെ അല്ലെങ്കിൽ അലൗഡ് അല്ലാത്തതിനെയാണ് നമ്മൾ ഫോർബിഡൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം 2 എനർജി ലെവൽസ് ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും വേവ് ഫങ്ഷനിൻ്റെ ഐഗൻ ഫങ്ഷൻ നമുക്കറിയാവുന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റിയിൽ നിന്ന് സെലക്ഷൻ റൂള് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അടുത്ത ഒരു സംശയം, ഇങ്ങനെ നമുക്ക് ട്രാൻസിഷൻ പ്രോബബിലിറ്റി തിയറിറ്റിക്കലി പോസിബിൾ ആണെന്ന് കണ്ടുപിടിച്ച എല്ലാ ട്രാൻസിഷനും പോസിബിളാണോ അല്ലയോ? അത് തിയറിറ്റിക്കലി പോസിബിളായിട്ടുള്ള എല്ലാം തന്നെ എക്സ്പെരിമെൻ്റലി ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഫോർ എക്സാമ്പിൾ ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +or-1 എന്ന് പറയുന്നത് 0ൽ നിന്ന് 1ലോട്ട്, 1ൽ നിന്ന് 2ലോട്ട്, 2ൽ നിന്ന് 3ലോട്ട് എല്ലാ ട്രാൻസിഷനും ഉണ്ട് അവിടെ അല്ലേ. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ ട്രാൻസിഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷൻ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് വരുന്ന ട്രാൻസിഷൻസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ഇൻറ്റൻസിറ്റി ഉള്ളതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം പോസിബിൾ ആണെന്നാണ് തിയറി പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് intensity of spectral line is also determined by the population of the energy level from which the ട്രാൻസിഷൻ ടേക്സ് പ്ലേസ്. ട്രാൻസിഷൻ ഏത് എനർജി ലെവലിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ എനർജി ലെവലിലെ പോപ്പുലേഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓൾസോ ഡിറ്റർമിൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്പെക്ട്രം. മനസ്സിലായോ? അപ്പം ആ ഓരോ മോളിക്കുലർ ലെവലിലെ ഓരോ സ്റ്റേറ്റിലെയും പോപ്പുലേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ലോ എന്ന് പറയുന്ന ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ ഓഫ് എനർജിയാണ്. ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ പറയുന്നത് Ni/Nj is equal to Gi/Gj into exponential raised to -delta/E/kT എന്നാണ് പറയുന്നത്. എന്നാണ് ഈ ഓരോ ടേംസ് നമുക്ക് നോക്കാം. നമ്മൾ Ni എന്ന് പറയുന്നത് അപ്പർ സ്റ്റേറ്റും Nj എന്ന് പറയുന്നത് ലോവർ സ്റ്റേറ്റുമായിട്ടാണ് എടുത്തേക്കുന്നത്. ലോവർ സ്റ്റേറ്റിലെ പോപ്പുലേഷനും Ni എന്ന് പറയുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിലെ പോപ്പുലേഷനുമായിട്ട് ആണ് എടുത്തേക്കുന്നത്. അപ്പം Ni/Nj is equal to Gi Gj എന്ന് പറയുന്നതും നമ്മൾ ഡീജനറസി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പോൾ ഡീജനറസിൽ ith സ്റ്റേറ്റിലെ ഡീജനറസിയാണ് Gi എന്ന് പറയുന്നത്. ജെ സ്റ്റേറ്റിലെ ഡീജനറസിയാണ് Gj എന്ന് പറയുന്നത്. പിന്നെ എക്സ്പോണൻഷ്യൽ റേസ് ടു -delta/E എന്ന് പറഞ്ഞാൽ എനർജി ചേഞ്ചാണ്. അത് ജൂൾസിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ. പിന്നെ ഉണ്ടാകുന്ന T എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലാണോ ആ ട്രാൻസിഷൻ ആ മോളിക്യൂളുള്ളത് അതിനെയാണ് നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കെൽവിനിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് K എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റെ വാല്യൂ നിങ്ങൾക്കെല്ലാം അറിയാം. 1.38 × 10⁻32 ആണ്. അപ്പോൾ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കുന്ന ഉടനെ റൂം ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ. എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ എടുക്കുകയാണ് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ട്രാൻസിഷന് വേണ്ടുന്ന എനർജി ചേഞ്ച് ഇട്ട് കൊടുക്കുമ്പം നമുക്ക് കാണാം ബാക്കി എല്ലാ സ്റ്റേറ്റിലെയും പോപ്പുലേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒഴികെയുള്ള എല്ലാ സ്റ്റേറ്റിലെയും പോപ്പുലേഷൻ വളരെ ലോ ആണെന്ന് കാണാം. അപ്പം ട്രാൻസിഷൻ സെലക്ഷൻ റൂള് പലതും ഉണ്ടെങ്കിൽ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നുള്ള ട്രാൻസിഷൻ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോണിക് സ്പെക്ട്രം. ഇനി റൊട്ടേഷൻ സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എനർജി സ്റ്റേറ്റ് കുറവായതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നല്ലാത്ത ചില ട്രാൻസിഷൻസുകളും നടക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പഠിച്ചു 0.001 ജൂൾ തൊട്ട് 10 ജൂൾ പെർ മോൾ വരെയാണ് റൊട്ടേഷണൽ എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്. അതുകൊണ്ട് ആ വാല്യൂ നമ്മുടെ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ ഇട്ട് കൊടുക്കുമ്പോൾ
ഒരു ചെറിയ ഫ്രാക്ഷൻ പോപ്പുലേഷൻ എക്സൈറ്റഡ് സ്റ്റേറ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് റൊട്ടേഷണൽ സ്പെക്ട്രത്തിൻ്റെ കേസിൽ ട്രാൻസിഷൻ അതർ ദാൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ട്രാൻസിഷൻ ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലാത്ത ചില സ്റ്റേറ്റുകളിൽ നമുക്ക് ട്രാൻസിഷൻ കാണാൻ സാധിക്കും. പക്ഷേ ഇലക്ട്രോണിക് സ്പെക്ട്രം അങ്ങനെയുള്ള ബാക്കി സ്പെക്ട്രങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഫോർ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ് അതർ ദാൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് വിൽ ബി വെരി ലെസ്. അപ്പോൾ ആ പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇൻറ്റൻസിറ്റി രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് എ സ്പെക്ട്രൽ ലൈൻ ഡിപ്പെൻഡ്സ് ഓൺ 2 factors. The first one, the selection rule. The second one, the population of the molecule from which the transition takes place.